ഭയങ്കര ഇഷ്ടാ. ഞാൻ ഇന്നുവരെ അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതവൾ നോക്കുമ്പോൾ അറിയാമല്ലോ അതാ കാര്യം. പ്രേമമില്ലായിരുന്നു, പ്രേമമില്ല എനിക്കറിയാം, പക്ഷെ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അടുത്തൊരു ബന്ധുവാണ്, ഒരു കുറെ അകന്ന ആ സത്യം എടുത്തിട്ടുണ്ട്. അവൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ അവളെ നല്ല തടിയാണ്, അവളെ വീട്ടിൽ കൊണ്ടു. ഞങ്ങൾ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആ അതെ, പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയാണ്. നമുക്ക് തന്നെ ഒരു അച്ഛനെ പോലെ ചേട്ടനെ പോലെ അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിലൊരു ബന്ധം കുറച്ചും കൂടി ഒരു എനിക്ക് സാധാരണ എങ്ങനെ എനിക്കറിയില്ല. 9-ലായില്ല എന്നീ പ്രേമലേഖനം കിട്ടി. അത് അച്ഛൻ്റെ കയ്യിലാണ് പ്രേമലേഖനം കിട്ടുന്നത്. പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് വീട്ടിൽ പോയി പറഞ്ഞു എന്നിട്ട് ഞാനെൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാളുടെ പേര് പറഞ്ഞു. ഇപ്പം അശ്വിൻ എന്നാണ് ഞാൻ അശ്വിനെ ആത്രാത്രമായിട്ട് പ്രേമിക്കുന്നു എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു. ഇന്നെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ വീട്ടിൽ എന്നും പറഞ്ഞിട്ട് അശ്വിനെ ആത്രാത്രമായിട്ടാണല്ലോ പ്രേമിക്കുന്നത് എന്നെല്ലാ ദിവസവും പറയായിരുന്നു. അപ്പം പണ്ട് ഇവരെന്നോട് മറ്റേ വാശി ചെയ്തിട്ടിപ്പോൾ ഞാൻ എനിക്കും പ്രേമുണ്ട്, ഞാൻ അശ്വിനെ ആത്രാത്രമായിട്ട് പ്രേമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ചായക്കട ടോക്സിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് PPLൻ്റെ വിശേഷങ്ങളുമായിട്ടത് നിഖില, വിജയരാഘവൻ ചേട്ടൻ, അശോകൻ ചേട്ടൻ, അശ്വിൻ, അങ്ങനെ ആ ഒരു ക്രൂ മൊത്തം ഉണ്ട്. അപ്പോൾ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചായക്കട സെറ്റപ്പിൽ നമ്മളിങ്ങനെ ഒരു സംസാരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ഇങ്ങനെ ആധികാരികമായിട്ടൊക്കെ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ ഇതിൽ നമ്മൾ അങ്ങനെയൊന്നും ചോദിക്കണില്ല. അതേപോലെ നമ്മൾക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കുശുമ്പൊക്കെ പറഞ്ഞ് വിജയരാഘവൻ ചേട്ടൻ ഇതിനാണോ ഞാൻ വന്നത് നോക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഭയങ്കര ലൈറ്റ് വിഷയങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് നമ്മൾ വർത്താനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാം, അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ PPL പേരില്ലൂർ പ്രീമിയർ ലീഗാണ്. ഞാൻ നിഖിലേനെ ആദ്യം ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് സിനിമേൻ്റെ പേര് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു PPL അല്ല പേരില്ലൂർ പ്രീമിയർ ലീഗ്. അപ്പം ഞാൻ കറക്റ്റ് പഠിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ സീരീസ്. അത് സ്ഥലമല്ലേ, അപ്പൊ ഇത് ശരിക്കും അങ്ങനെ വയനാട്ടിലത്തെ അങ്ങനത്തെ ഒരു സ്ഥലമാണോ? സാങ്കല്പികമായ ഒരു സ്ഥലം. നമ്മൾ വേറെ എന്തെങ്കിലും പേര് ആകാശപ്പറമ്പിന്റെയും പാതാളക്കുഴിയുടെയും നടുക്കുള്ള സ്ഥലമാണ് പേരില്ലൂർ. അത് മനസ്സിലായില്ല. അല്ല അത് മനസ്സിലായില്ല, ഇപ്പഴാ മനസ്സിലായത്. അപ്പൊ പേരില്ലാത്ത ഊരാണ്. ആകാശപ്പറമ്പും ഇല്ല, പാതാളക്കുഴിയും ഇല്ല, അപ്പൊ പേരില്ലൂരും ഇല്ല. ഞങ്ങളൊക്കെ ഉണ്ട്, നമ്മള് കുറെ ആൾക്കാർ. ഞാൻ കണ്ടു, ഞാൻ ടീസറൊക്കെ കണ്ടായിരുന്നു. ട്രെയിലറാണോ കണ്ടു. അതായത് ഭയങ്കര തമാശയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എന്താ പറയാ, ചേട്ടന്റെ ക്യാരക്ടറാണെങ്കിൽ KMN സോമൻ ആണെങ്കിലും എല്ലാവരും ഭയങ്കര എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പറയാം, അതായത് ശരിക്കും എന്താണ് ഈ PPL എന്തൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോണത്, എന്തൊക്കെയാണ്? ഇന്നലെ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടാൽ വളരെ അത്യാവശ്യം ഒരു വരെയൊക്കെ അത്യാവശ്യം ചിരിക്കാൻ തോന്നും അല്ലേ? തോന്നുമല്ലോ, തോന്നുന്നല്ലോ. അത് ചിരിച്ചിരിക്കും. മുൻകൂട്ടിയെല്ലാം അങ്ങനെ ഒരു വേണ്ടാന്ന് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു ഇത് കൊടുത്താൽ മതി, അപ്പൊ വരുമ്പോ വലുതാവും. അതാണോ അങ്ങനെ വിചാരിച്ചത്? അതെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പേരില്ലൂർ. നമ്മൾ ചിലർ പറയുമോ, ഞാൻ തമാശ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറി തമാശ പറഞ്ഞ വലിയ തമാശ എന്റെ പാടച്ചിരിക്കാൻ. ചെറിയ ചെറിയ സീരീസ് ആണ്, അങ്ങനെയാണോ? വലിയ സംഭവത്തില്ല. ശരിക്കും ഞാൻ വിജയരാഘവൻ ചേട്ടനെ കുട്ടേട്ടൻ തന്നെ വിളിച്ചോട്ടെ, കാരണം എനിക്ക് ആ മറ്റു പേര് വിളിക്കുമ്പോൾ ഭയങ്കര എനിക്ക് നിഖിൽ അങ്ങനെ വിളിച്ചോട്ടെ പോക്കെ അത് വിളിക്കുകയാണെങ്കിൽ കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കാൻ. അപ്പം കുട്ടേട്ടന്റെ ഈ സീരീസിലെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു ക്യാരക്ടർ? ഞാൻ കണ്ടു ഇങ്ങനെ പീതാംബരൻ പുള്ളി ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, കുറെ കാലമായിട്ട് പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ്. പുള്ളിയുടെ ചിഹ്നം കുറുക്കനാണ്.
സ്വഭാവവും ഒക്കെ അത് തന്നെ. കുറുക്കൻ സ്വഭാവമുള്ള കുറുക്കൻ എന്ന് പറയുമ്പോ എന്താണ്, അതായത് ഇച്ചിരി കള്ളത്തരം. കുറുക്കന്റെ കള്ളത്തരത്തിന്റെ പ്രതീകമാണല്ലോ, നമ്മളങ്ങനെ പറയാറില്ല എപ്പോഴും. കുറുക്കന്റെ സ്വഭാവം എന്ന് പറയും. അത് തന്നെ അങ്ങനെ ഇച്ചിരി കൊനിഷ്ടും കുന്നായ്മയൊക്കെ കുശുമ്പൊക്കെ ഉള്ള ഒരാള്. എന്റെ മരുമകളാണിത്, മാളവിക. ഞങ്ങളൊക്കെ ഈ ഗ്രാമത്തിലുള്ളവരാ, പക്ഷെ മാളവിക വേറെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഇവള് ഞങ്ങളുടെ ഗ്രാമത്തിൽ വരും, അമ്മാവന്റെ അടുത്ത്. അങ്ങനെ പിന്നെ ഇതിന്റെ ഭാഗമാകും. മാളവികയിൽ കൂടിയാണ് പല കഥാപാത്രങ്ങള് നമ്മൾ ഏകദേശം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ മാളവിക അത് ആരാവും, തിന്ന സ്ഥലത്ത് ഇന്ന ആളല്ലേ എന്നുള്ള രീതിയിലാണ് പലരും നമുക്ക് പരിചയപ്പെടാൻ പറ്റും. 125 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ മൊത്തം, അങ്ങനെ ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഞാൻ അശോകന്, പിന്നെ സണ്ണി വെയിൻ, അജു, സജൻ ചെറുകയിലുണ്ട്, ശരത് സഭയുണ്ട്, സഭ, അശ്വിനുണ്ട്, നത്തുണ്ട്, അദ്രിയുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണല്ലോ എല്ലാവരും ഒരു സീരീസ് പോലെ ചെയ്യണത് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ. ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം പല ഓൺലൈൻ ഇങ്ങനത്തെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും വേറെ ഭാഷ, പ്രത്യേകിച്ച് ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ നമ്മൾ കാണാറുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിലുള്ളതുപോലുള്ള കണ്ടന്റുകളൊന്നും വേറെ എവിടെ ഇല്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഇതാണ്, ആദ്യത്തെ രണ്ടാമത്തെയാണ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ, മൂന്നാമത്തെ റിലീസ് ആവുന്ന മാസ്റ്റർ പീസും മറ്റേ ക്രൈം ഫയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഒരു സീരീസും കൂടിയാണത്. അപ്പോൾ ഈ സിനിമയിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമാണോ ഈ സീരീസ് എടുക്കുന്ന സമയത്ത്? ശരിക്കും പറഞ്ഞതിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഇല്ല. ഈ പറഞ്ഞ പോലെ റൈറ്റേഴ്സിനായിരിക്കും ഈ പറയുന്ന കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. ഈ എല്ലാ എപ്പിസോഡും തീരുന്നിടത്തൊരു പഞ്ച് പോയിന്റ്, അതൊക്കെ അവർക്കാണ് വ്യത്യാസം ഉണ്ടാവുക. ഈ പറയുന്ന എഡിറ്റിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അഭിനയിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വലിയ വ്യത്യാസം നമുക്കില്ല. അതിൽ കുറച്ച് ഡ്യൂറേഷൻ കൂടും. നമുക്ക് സിനിമയില് പേരൊന്നും ഇല്ലാതെ പോകുന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ യൂഷ്വലി കാണുമ്പോൾ. അങ്ങനെയല്ല, ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും പിന്നെ കുട്ടിയുടെ പറഞ്ഞ 125 ക്യാരക്ടേഴ്സ് പേരുള്ള ഡയലോഗുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡബ് ചെയ്ത ആൾക്കാർ 125 പേരുണ്ട്. അപ്പം പേരുള്ള ക്യാരക്ടേഴ്സ് അത്രയും പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഇതിലൊരു ഇൻസിഡന്റ് ഉണ്ടാവും, ഈ സീരീസിലുണ്ടാവും. നമുക്കൊരു സിനിമയാകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് അവരുടെ ലൈഫ് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണിക്കാൻ പറ്റും കുറേം കൂടെ. മാത്രമല്ല ഞാനിപ്പോ ഡബ് ചെയ്യാൻ പോയത് ശരിക്കും പറഞ്ഞാൽ എന്റെ സീൻ കഴിഞ്ഞിട്ട് അടുത്ത 2 സീൻ ഞാനില്ല. ഞാൻ പിന്നെ കുറച്ച് സീൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ കൗതുകത്തെ ഞാൻ പറയും അടുത്ത സീൻ എന്താ ഇവിടെ ചേർന്നില്ല, ഞാൻ ഒന്നും കാണട്ടെ. അങ്ങനെ ഞാനത് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഒരു കൗതുകമുണ്ട് അടുത്ത സീൻ എന്താ സംഭവം. അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്കും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അടുത്ത എന്താണെന്ന് തോന്നാനായിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. എന്തോ ഒരു മാജിക്. അത് ശരിക്കും കൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നവരൊക്കെ വന്നു പെട്ടാൽ, ഇപ്പൊ എനിക്ക് തോന്നിയ പോലെ പ്രേക്ഷകന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊരു ഗംഭീര ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. അടിപൊളി, പൊളിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതുപോലെയൊക്കെ ചായക്കടയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാനോ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടോ സിനിമയിലൊക്കെ വന്നതിന് ശേഷം? എന്ന് പറഞ്ഞാല് നമ്മുടെ ഷൂട്ടിലുണ്ടായിരുന്നു ഒരു ചായക്കട അല്ലേ, ഈ സെറ്റപ്പിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. നല്ല രസമുള്ള സെറ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ചായക്കട തന്നെയാണ്. അല്ലല്ലോ, അത് സെറ്റല്ലേ? അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ലൊക്കേഷനിൽ സെറ്റ് ചെയ്ത ഒറിജിനൽ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ പോയി സാധനം വാങ്ങിച്ചിട്ടുണ്ട് സെറ്റിൽ പോയിട്ട്. അവിടെ ആർട്ടിസ്റ്റ് അവൻ പൈസ വാങ്ങിക്കുകയും ചെയ്തു. ഇപ്പൊ ഇതിലേ ഞാൻ ടീസർ ട്രെയിലർ എപ്പോഴും ട്രെയിലർ കണ്ടപ്പോൾ മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ, അതായത് ഇപ്പം ഒരാള് എന്താ പറയുക ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് വേണ്ട എനിക്ക് അവള് വേണ്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതേപോലെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനത്തെ, അതായത് നമ്മൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടോ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള വല്ല അനുഭവങ്ങളും കഥകളൊക്കെ ഉണ്ടോ? അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടോ? എല്ലാരും ചേട്ടനൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം കണക്ക് കൂട്ടും. അതാണെങ്കിലും മതി. അപ്പൊ ഒരു ഉദാഹരണ സഹിതം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയായിട്ട് പറയാണ്. ആളിന്റെ പേരും പ്രായമൊക്കെ പറയണോ? എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒരാളിനോട് ഇഷ്ടമെന്ന് പറഞ്ഞു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, കഴിഞ്ഞു, കഥ ഇല്ല പിന്നെ കുത്തി ചോദിക്കില്ല ഞാൻ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ അല്ല എനിക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അല്ല, എന്നോട് ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് വേണമെന്ന് പറയുന്നിടത്ത് ഞാൻ അങ്ങോട്ട് കൊത്താറുള്ളൂ. അല്ലെങ്കിൽ
അല്ലെങ്കിൽ എനിക്ക് തോക്കുന്ന ഇഷ്ടമല്ല, തോക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത് ഓക്കെയാണ് ഒരു അട്രാക്ഷൻ. അതാണ് നമുക്ക് അത് കൃത്യം അറിയാൻ പറ്റും, അത് കൃത്യം അറിയാൻ പറ്റും. അത് എന്റെ ചെറുപ്പത്തിൽ അന്നത്തെ അറിവ് വെച്ച് എന്റെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു. നമുക്കറിയാൻ പറ്റും നമ്മളോട് ഇഷ്ടമുണ്ടോ ഇല്ലോ എന്നുള്ളത്. അതല്ലേ ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഡയലോഗ്. അതാണല്ലോ, വിത്തൗട്ട് എനി ഡയലോഗ് നമുക്ക് മനസ്സിലാകും. അതാണ്. അത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമൊന്നുമില്ല, അത് മനുഷ്യശാസ്ത്രം അനുസരിച്ച് അങ്ങനെയാണ്. ഇങ്ങോട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട്. ഇനി അശോകൻ ചേട്ടന്റെ ടേണാണ്. അവിടെ തീരണം. ഇല്ല അങ്ങോട്ട് എന്തെങ്കിലും വരും. അങ്ങോട്ടുള്ള ഇഷ്ടം ഇപ്പം വേറെ ഒന്നുമില്ല. ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നല്ല പെമ്പിള്ളേരെ കാണാറുണ്ടായിരുന്നു. അവരോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നും, അത് വേറെ കാര്യം. പക്ഷെ അത് കാര്യം കാണുന്നവരൊക്കെ ഇഷ്ടം തോന്നുന്നു, കാണാനുള്ള പെമ്പിള്ളേരോടൊക്കെ ഇഷ്ടം തോന്നും. ഞാനൊരു സത്യം പറയുന്നുള്ളൂ കേട്ടോ. പക്ഷെ കല്യാണം ഒരു പെണ്ണ് കാണൽ അതുകൊണ്ട് അവസാനിച്ചു. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ. വേറെ ഒരു പെണ്ണാണെന്ന് ഒന്നും പോയിട്ടില്ല. ആദ്യം കണ്ടു, അത് തന്നെ കല്യാണം ഫിക്സ് ചെയ്തു. ഞാൻ പെണ്ണ് കണ്ടേ ഇല്ല. ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല. അല്ല, എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് അങ്ങനെ. അല്ല, പെണ്ണ് കാണാൻ ചടങ്ങുണ്ടായിട്ടില്ല. പ്രേമമില്ലായിരുന്നു, പ്രേമമില്ല. എനിക്കറിയാം, പക്ഷെ അവളെനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അടുത്തൊരു ബന്ധുവാണ്, ഒരു കുറെ അകന്ന അത് സത്യം എടുത്തിട്ടുണ്ടോ അവിടെ. അവൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ അവളെ നല്ല തടിയാ അവളെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ തന്നെ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആ അതെ. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെ നമുക്ക് തന്നെ ഒരു അച്ഛനെ പോലെയോ ചേട്ടനെ പോലെയോ അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിലൊരു ബന്ധം കുറച്ചും കൂടി ഒരു എനിക്ക് സാധാരണ എങ്ങനെ എനിക്കറിയില്ല, സാധാരണ പോലെ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ എൻ്റെ അടുക്കലുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോ എനിക്കിങ്ങനെ തോന്നിയതാണ്. അതിപ്പോ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതും അല്ലെങ്കിൽ അങ്ങനെ എടുത്തു വളർത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമൊക്കെ അങ്ങനെ വരുമോ നമുക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന്? പിന്നെ അങ്ങനെ കല്യാണം എന്നുള്ളൊരു ബോധം എൻ്റെ കുട്ടിയാണ്, എൻ്റെ അന്നൊരു ബോധമല്ലേ. പിന്നെന്താ മറ്റേ പാട്ട് എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് പറയുന്ന പോലെ അല്ലേ. പിന്നെ അവിടെ അതിനകത്ത് പ്രണയമൊന്നോ വിവക്ഷിച്ചത് അത് ഇത്രയും പ്രണയം, അത്രയും സ്നേഹം, അത്രയും സെക്സ് അങ്ങനെയൊന്നുമില്ല. എല്ലാം കൂടെ കൂടി ഒരു ഇഷ്ടം എന്ന ഒറ്റ മലയാളത്തിൽ വാക്കത് ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. അതാണ്. ഞാൻ ഇന്നുവരെ അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതവൾ ചുമ്മാ നോക്കുമ്പോ അറിയാമല്ലോ, അതാ കാര്യം. അല്ലല്ല, നമ്മളോട് പറഞ്ഞോ? ആര് പറഞ്ഞോ? ഞാൻ പറയൂല ഇഷ്ടമല്ലെന്ന്. അങ്ങനെ പറഞ്ഞ പ്രശ്നമേ ഇല്ലല്ലോ. എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രം. എല്ലാവരുടെ അടുത്തും സ്നേഹം. അശ്വിൻ ഇങ്ങനെ നൈസായിട്ട് പോകുന്നു വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അവിടുന്ന്. പറഞ്ഞു ആക്ച്വലി നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് അശ്വിന് ഒരു അഫെയർ ഉണ്ടായി അവിടെ. ഇതൊക്കെ നാളെ അവളെടുത്തിട്ട് അടിക്കും. അച്ഛനോട് ഒരാൾ ഇഷ്ടമാന്ന് പറഞ്ഞു, അച്ഛനോട് വേണ്ടെന്ന്. അതാണ് എന്തേ കിട്ടാൻ നിൽക്കുക അവള്. ഓക്കെ, ഇപ്പം ഞാനേ നമ്മളെ രക്ഷപ്പെട്ടു നിരസിച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് ഒരു സിറ്റുവേഷൻ അവിടെ തന്നെ പിടിച്ചേക്കുന്നു. ഷൂട്ടിംഗ് സ്ഥലത്തൊന്നുമില്ല. അല്ല, ഒരു സത്യം പറയാം. അവള് പറഞ്ഞ ഡയലോഗ് നിരസിച്ചു. നിരസിച്ച വാക്ക് എന്തായിരുന്നു? പോടാന്നാണോ? അതിന്റെ ഞാൻ അല്ലല്ല, എനിക്ക് 2 +2 ഉണ്ട്. രണ്ടാമത്തെ +2 20ാമത്തെ വയസ്സിലാ. എന്റെ ആദ്യത്തെ +2ന്റെ സമയത്താ ഞാൻ പച്ചക്കിഴങ്ങ അന്ന്. രണ്ടാമത്തെ +2 ആയപ്പോ മൂത്ത കിഴങ്ങായി. അപ്പൊ ആ സമയത്ത് +1 പഠിക്കുന്ന സമയത്ത് ഒരു കൊച്ചിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡയറക്റ്റ് പറഞ്ഞല്ല, ഈ എല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട് ആ സമയത്ത്. ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും അല്ലപ്പോ അമ്മമാരുടെ ഭാഗത്തുനിന്നൊരു പേഴ്സണൽ പുഷ് വന്ന് നീ അപ്പൊ ആ അവര് നോക്കുന്ന കുട്ടികളുടെ ഭാഗത്ത് ഇതേപോലെ ഇല്ലാത്ത ഒരാളുണ്ട്.
അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് അടിയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ പോയി പറഞ്ഞു, ഞാൻ കരയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അവള് എന്നോട് പറയുന്നത്, അശ്വിനെ ഞാൻ ഇത്രയും നല്ലൊരു സുഹൃത്ത് ഇങ്ങനെ പറയും, അങ്ങനെയൊക്കെ ഞാൻ എന്തോ ചെയ്ത പോലെയൊക്കെ. പ്ലസ് 1 പ്രണയൊന്നും ഇല്ല അപ്പൊ. അല്ല എത്ര വയസ്സിലാണ് ആദ്യം പ്രണയിച്ചത്? എന്റേത് പ്രണയിച്ചിട്ട് പ്രേമലേഖനം നിനക്ക് പ്രേമലേഖനം പ്രണയിച്ചോ? അല്ല ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയത് എങ്ങനെയാണ് പ്രണയം തോന്നിയത്? +2 ഒക്കെ ആയപ്പോഴായിരിക്കും. അയ്യോ, എനിക്ക് 10ാം ക്ലാസ് വരെ ഞാൻ ഗേൾസ് സ്കൂളിലാണ്. എനിക്ക് 8ാം ക്ലാസ്സിൽ പ്രണയം ഉണ്ടായിരുന്നു. എനിക്ക് പ്രണയം അത് കുറേ നാളുണ്ടായിരുന്നു. എനിക്ക് പ്രണയലേഖനം കിട്ടി 8ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം. 9-ലായില്ല, എനിക്ക് പ്രണയലേഖനം കിട്ടി. അത് അച്ഛൻ്റെ കയ്യിലാണ് പ്രേമലേഖനം കിട്ടുന്നത്. അത് ഞാൻ അവധിക്കാലല്ലേ, അപ്പൊ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങി. അപ്പൊ അച്ഛന് പല കത്തുകളൊക്കെ വരും, നാടകത്തിന്റെ സുഹൃത്തുക്കളുടെ കത്തുകൾ വരില്ല. അപ്പൊ അച്ഛനെ എന്നെ വന്ന് വിളിച്ചു, ഡാ നിനക്ക് എന്താ ഉറക്കാണിത്? രാവിലെ 8 മണിയാവട്ടെ, 8-9 മണിയായിട്ടുണ്ടാവും. അല്ല അപ്പൊ ഞാൻ എഴുന്നേറ്റ് കണ്ണൊക്കെ തന്നെ എന്നാ ചോദിച്ചു. അത് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അതെ, ഒരാൾക്ക് വരുന്ന എഴുത്ത് മറ്റൊരാൾ പൊട്ടിക്കാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ അച്ഛൻ അബദ്ധം പറ്റി, നിനക്കൊരു കത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ കത്തഞ്ച് പൊട്ടിച്ചു, സോറി എന്ന് പറഞ്ഞിട്ട് ഈ കത്തെൻ്റെ തന്നു. ഞാനും വായിച്ചു. ഞാൻ വായിച്ചപ്പം അതായത് എഴുത്തത്തെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അവൾക്കൊരു എഴുത്തെഴുതിയെന്നും ആ എഴുത്ത് അവളുടെ വീട്ടിൽ കിട്ടിയെന്നും അവളുടെ അമ്മാമാരൊക്കെ അവളെ എടുത്തിട്ട് അടിച്ചെന്നും, അതുകൊണ്ട് എന്തിനാണ് വേല ഇനി വീട്ടിലേക്ക് എഴുത്തത് കേട്ടോ. മറ്റേ സുഹൃത്തിൻ്റെ പേരുണ്ട്, ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അവളുടെ കൊടുത്താൽ പോരെ. ഞാൻ കൊടുത്തിട്ടില്ല. സംഭവം എന്ന് വെച്ചാല് ഞങ്ങളുടെ പ്രേമം ഞങ്ങൾക്ക് മാത്രം അറിയാവണമെന്നാണ് വിചാരിച്ചത്. കുറെ പേർക്കും അറിയായിരുന്നു. ഏതോ ഒരു ദുഷ്ടൻ ഞാൻ എഴുതുന്ന പോലെ എഴുത്ത് അവളുടെ വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. അതാണ് എന്തൊക്കെയോ അനാവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എന്നിട്ട് അതിന്റെ മറുപടിയാണ് അവൾ എഴുതിയിരിക്കുന്നത്. ഞാനിത് വായിക്കാൻ ഭയങ്കര കാര്യത്തില്ല, എനിക്ക് എപ്പോഴും പ്രേമമൊന്നുമില്ല. അപ്പം അതിനകത്ത് പ്രേമം ഉണ്ടെന്ന് തന്നെ അവൾ എഴുതിയിരിക്കുന്നത്. അത് ഞാനും അതുകൊണ്ട് പക്ഷേ കാണണം എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഭയങ്കര നിലവിളിയാണ്. സത്യം ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്താ അമ്മ അച്ഛൻ അടപ്പിട്ട് അമ്മയെ പറഞ്ഞു വിട്ടു. അമ്മയ്ക്ക് ചിരിയുണ്ട്, അമ്മയുടെ സൈഡ് കൂടി ചിരി. എന്താടാ എനിക്ക് പെണ്ണയച്ചെന്ന്. അമ്മ ഞാനിപ്പോൾ എന്താ എനിക്കറിയാൻ പറ്റില്ല പെണ്ണെ. ഒന്ന് അച്ഛനത് കേട്ടിട്ട് അച്ഛൻ വന്ന് അറിയാൻ പറ്റില്ല നിനക്ക്? അറിയാൻ എനിക്കറിയാം, വീട്ടുകാരൊക്കെ പറഞ്ഞു എൻ്റെ വീട്ടിൽ. എന്താ കുഴപ്പമില്ല അമ്മ ഉണ്ട്, എൻ്റെ കരയേണ്ട കാര്യമൊന്നും. എൻ്റെ കണ്ണൊക്കെ തുടച്ചിട്ട് കവിടത്തിൽ അടിക്കുന്നത്. അച്ഛന് 12ാമത്തെ വയസ്സ് പ്രേമലേഖനം വന്നു. അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ, എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ മറ്റേ മണ്ണപ്പം ചുട്ടോണ്ടിരിക്കുമ്പോ ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്നാളുടെ പേര് പറഞ്ഞു. ഇപ്പം അശ്വിൻ എന്നാണ് ഞാൻ അശ്വിനെ ആത്രാത്രമായിട്ട് പ്രേമിക്കുന്നു എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു. ഇന്നെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ വീട്ടിൽ എന്നും പറഞ്ഞിട്ട് അശ്വിനെ ആത്രാത്രമായിട്ടാണല്ലോ പ്രേമിക്കുന്നത് എന്നെല്ലാ ദിവസവും പറയായിരുന്നു. അപ്പം പണ്ട് ഇവരെന്നോട് മറ്റേ വാശി ആയിട്ടിപ്പോൾ ഞാൻ എനിക്കും പ്രേമുണ്ട്, ഞാൻ അശ്വിനെ ആത്രാത്രമായിട്ട് പ്രേമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. 4ാം ക്ലാസ്സിലാണല്ലോ, അത്രയല്ലേ വരുള്ളൂ. വല്ലാതെ ഓർക്കുന്നു. ഈ പ്രേമിച്ചിരുന്ന പെണ്ണല്ലേ എന്റെ ഭാര്യ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ പയ്യനെ അതിന് ശേഷമോ അതിന് മുന്നേ അതിന് കഴിഞ്ഞിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇഷ്ടമേ ഉള്ളൂ, അല്ലാതെ അതിനൊരു പക്ഷെ എങ്കിലും നമുക്ക് ആദ്യം ഉണ്ടായ പ്രണയം എപ്പോഴും ഓർക്കും. തീരെ വിശ്വസിക്കാൻ പറ്റാത്ത അശോകൻ ചേട്ടന്റെ പ്രേമില്ല എന്ന് പറഞ്ഞില്ലേ, നമുക്ക് വിശ്വസിക്കാൻ എനിക്കറിയാം. പേടി ചേട്ടന്മാരെ പേടിയായിരുന്നു. അപ്പൊ ഇപ്പൊ വേറെ രസമുണ്ട്. എൻ്റെ മൂത്ത മോനും അവൻ്റെ കുട്ടികൾ ഇപ്പോൾ UK പോയിരിക്കുക. അവനിവിടെ ആയിരുന്നു. ഇപ്പം 4ാം ക്ലാസ് 5, 6 ഇപ്പോൾ 6-ലോട്ടായി. 6-ലാണ് പഠിക്കുന്നത്. അവന് 10-11 വയസ്സേ ഉള്ളൂ. അപ്പം അവൻ കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മ എനിക്കൊരു വാട്സപ്പിൽ അയച്ചു തന്നു. അവന് പ്രേമലേഖനം കിട്ടിയെന്നു. അവൻ അന്ന് അമ്മയുടെ കൊണ്ട് കൊടുത്തു. അവിടെ ഒരു കുട്ടി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് പുറത്ത് പോവാം. അവിടുത്തെ UK അല്ലേ,
അപ്പോൾ അവളെനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനിത് കൊണ്ട് അമ്മയുടെ കൊടുത്തിട്ട് അവന് കരച്ചിലൊന്നുമില്ല. അപ്പോൾ അവള് പറഞ്ഞു ആ എടാ ഇങ്ങനെ വേണം, അച്ഛന് എന്നെ അച്ഛനാ വിളിക്കുന്നത്. അച്ഛനെ എഴുത്ത് വന്നപ്പോൾ ഉണ്ടോ അച്ഛൻ്റെ പാപ്പച്ചൻ്റെ കയ്യിലാണ് കൊടുത്തത്. അതായത് എൻ്റെ അച്ഛനെ പാപ്പച്ചൻ്റെ കയ്യില. അങ്ങനെ ഇനി മക്കൾക്ക് എന്ത് വന്നാലും എനിക്ക് അമ്മയുടെ കൊടുത്തത്. അപ്പൊ അതൊക്കെ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ. അപ്പൊ പിള്ളേർക്ക് എന്ത് കാര്യം നമുക്ക് അമ്മയോട് പറയാമെന്നുള്ളൊരു അത്ര ലൈറ്റായിട്ട് എടുത്താൽ മതി. അല്ലാതെ കുട്ടിക്കാലത്തൊക്കെ എന്ത് ഏയ് അവനെ എന്റെ ആത്രാത്രം ആത്മാർത്ഥമായിട്ട് അമ്മ ഡാൻസ് ടീച്ചർ ആയിരുന്നല്ലോ. അപ്പൊ ആ സമയത്താണ് ഇഷ്ടംപോലെ ചേച്ചിമാരൊക്കെ വീട്ടിൽ വരുന്നത്. അപ്പൊ ഞാൻ മറ്റേ എവിടെയോ ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആത്രാത്രമായിട്ടാണ് പറഞ്ഞു. ഇവരെല്ലാരും എന്നെ ഇപ്പോഴും അപ്പൊ ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴും കണ്ടാ പറയും പണ്ട് ആത്രാത്രമായിട്ട്. അത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇല്ല. അതാ പറഞ്ഞ ആ പറഞ്ഞ പയ്യനെ ആ ദിവസത്തിന് മുന്നെയോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് മറ്റേ പറഞ്ഞ് ചൂടാക്കിയപ്പോ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അങ്ങനെ എന്തോ പറഞ്ഞതാണെന്ന് തോന്നുന്നു ഞാൻ. പക്ഷെ യാത്രാത്മ എന്നെ വിട്ടുപോയിട്ടില്ല കുറച്ചധികം. പോരെ ഇത് പോരെ കണ്ടേ പക്ഷെ നമ്മള് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇതിപ്പോ ഇങ്ങനെ എപ്പിസോഡായിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഒരു ഞങ്ങൾ അഭിനയിച്ചപ്പോ എപ്പിസോഡായിട്ടൊന്നും അല്ല അഭിനയിച്ചത്. ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നവരെ അഭിനയിച്ചു. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് എങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്ന അറിയുമില്ല. അപ്പൊ മൊത്തം എത്ര എപ്പിസോഡ് ഉണ്ടാവും? 7 എപ്പിസോഡ്. ഇനിയിപ്പോ കേമൻ സോമനെ പറ്റി പറയുകയാണെങ്കിൽ കേമൻ സോമന്റെ ഒരു നേച്ചർ എന്താണ്? നമ്മൾ അതിലിങ്ങനെ കുറച്ച് ഒരു പുകഴ്ത്തലൊക്കെ ഒരു ആളാണോ? കുറച്ച് കൂടുതൽ വിദ്യയാണ്. വളരെ ബുദ്ധിമാനം എടുക്കാനായിട്ടൊരു വിധി മണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു മണ്ടൻ വിവരമുള്ളൊക്കെയാണ്. പക്ഷെ അയാൾ ഓവർ കോൺഫിഡൻസും അയാള് വിട്ടിയല്ല, അയാള് വളരെ ബുദ്ധിമാനായിട്ട് തന്നെ പെരുമാറുന്നത്. പക്ഷെ സംഭവിക്കുന്ന പലപ്പോഴും അയാളെ പറ്റി പോകുന്നത് അത്രേ ഉള്ളൂ. അയാള് വളരെ സിൻസിയർ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പോസിറ്റീവാണ്. പക്ഷെ എല്ലാ ഇലക്ഷൻ തോച്ചു പോകുന്ന ഒരാളാണ്. ആ ഓരോ തോക്കുമ്പോഴും പുള്ളി ഇരട്ടി ശക്തി ആർജിച്ചു വരുന്ന ക്യാരക്ടർ മത്സരിച്ച് തോക്കുന്ന ഒരാളാണ് കേമൻ സോമൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മത്സരിച്ച് തോറ്റത് ജയിച്ചത് കേമൻ സോമൻ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പുള്ളി തോറ്റു, ജയിച്ചത് സോമൻ. അങ്ങനെയാണ് പുള്ളിക്ക് അത്രയും കോൺഫിഡൻസും ഭയങ്കര പോസിറ്റിവിറ്റിയും ഒക്കെ ഉള്ള. നമ്മൾ പറയത്തില്ല മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് വരില്ല മറ്റേ ബി ലൈക്ക് ഇന്ന ആളെന്നൊക്കെ പറഞ്ഞില്ല, ബി ലൈക്ക് കേമൻ സോമൻ നമ്മുടെ ലൈഫിൽ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പൊങ്കനാണ്, ഇച്ചിരി ഒരു മണ്ടൻ വിധിയാണ്, അങ്ങനെയൊക്കെയുള്ള എന്നാൽ പാവമാണ്. ഈ മത്സരത്തിൽ ഭയങ്കര രണ്ടുപേരുടെ മത്സരമാണെന്നുള്ളൊരു. പക്ഷെ ഇതൊന്നും പുള്ളിനെ എന്തൊക്കെ തോൽവികൾ ഉണ്ടായാലും പുള്ളിനെ എഫക്ട് ചെയ്യാത്ത ഒരാളാണ് കേമൻ സോമൻ. അല്ലേ? നാണം എടുത്തിട്ടുണ്ട് ഈ പീതാംബരി. നിനക്ക് നാണമില്ല, എത്ര തോറ്റിട്ട് നീ എന്തിനാണ് അങ്ങനെ നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോഴും പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ പുള്ളി പറയുന്ന നമ്മൾ ട്രെയിലറിൽ കണ്ടില്ലേ കേമൻ സോമൻ ഇരിക്കുന്നത് ഇവിടുത്തെ പേരിലൂരുകാരുടെ ഇടനെഞ്ചിലാണെന്ന് കൂട്ടുകാരനാണ് പറയുന്നത്. പക്ഷെ അത് പുള്ളിയുടെ ഡയലോഗാ ശരിക്കും. അതൊക്കെ അതങ്ങെടുക്കും. ഇയാളെ ഇതെല്ലാം പോവാ ഉദ്ദേശിക്കുന്നതെല്ലാം പോവാ അവിടെ എടുക്കുമ്പോഴേക്ക്. നമ്മുടെ അശ്വിനാണെങ്കിൽ ഇപ്പൊ അശ്വിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും മിണ്ടാൻ പോണില്ല, കാരണം എനിക്ക് വലിയൊരു പരിപാടി പിടിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യത്തിനും മറ്റും പറയില്ല എന്ന്. അല്ല അതല്ല, ഒന്നാമത് വലിയ ഭാഗ്യമാണ് അദ്ദേഹം പറയാം. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ആ സീരീസ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോളും തന്നെ. സിനിമയാണെങ്കിലും മുങ്ങി പോകുള്ളൂ, ഓരോ എപ്പിസോഡായിട്ടല്ലേ വന്നത്. അത് ഭയങ്കര അല്ല ആണ് അതെ. പക്ഷെ അത് ഭയങ്കര ഇതിനകത്ത് ഞാൻ ഒരു ഹരീഷ് എന്ന് പറഞ്ഞൊരു ചെണ്ടക്കുട്ടുകാരാണ്, ശിങ്കാരി മേളം. നമുക്കൊരു ടീമുണ്ട്, ഒരു സംഘമുണ്ട്, ഒരു ആശാനുണ്ട്. ഈ ആശാൻ ആരെങ്കിലും എന്തെങ്കിലും കൂടുതൽ പൈസ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ പുള്ളി മറയും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. അപ്പം പുള്ളി ഈ ടീമിലെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരനാണ് ഞാൻ. ഈ നാട്ടിലെ ഏറ്റവും അടിപൊളി കൂട്ടുകാരൻ. എനിക്ക് ആളുകൾ സ്വീകരിക്കും, മാലയൊക്കെ ഇട്ട് തരും, അങ്ങനത്തെ ഒരു ഭയങ്കര ഹരീഷ് ഭയങ്കര അടിപൊളി കൂട്ടുകാരൻ. എന്തുണ്ടെങ്കിലും സെലിബ്രേഷൻ, ഇലക്ഷൻ പരിപാടിയിലൊക്കെ എല്ലാത്തിലും ഞാനാണ് മെയിൻ കൂട്ടുകാരൻ. എൻ്റെ പരിപാടികളാണ്. അതിൽ നിന്നും പറ്റുന്ന കുറേ മട്ടത്തിലും അബദ്ധങ്ങളുമാണ് എൻ്റെ ക്യാരക്ടർ. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചേട്ടനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ആളുകളാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്ന കൗതുകം. അപ്പോൾ ഇവരൊക്കെ എനിക്ക് അവിടെ കാണുമ്പോൾ എനിക്ക് ആ കൗതുകമാണ് എപ്പോഴും. കാരണം ഞാൻ ചെറുതുപോലെ കണ്ടുവരുന്ന ആരാധിക്കുന്ന കുറേ ആളുകൾ, അവരുടെ കൂടെ നിൽക്കാൻ പറ്റുക. ഞങ്ങൾക്കും തിരിച്ചു ഭയങ്കര ഇഷ്ടമാണ്. ടി വിയിൽ പല പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ട്. കൊള്ളാം, നന്നായിരിക്കുന്നു.